മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂരിൽ കോൺഗ്രസിന് അസാധാരണ പ്രതിസന്ധി. നിയുക്ത മേയർ നിജി ജസ്റ്റിനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും ആരോപണങ്ങളുമായി ലാലി ജെയിംസ് രംഗത്തെത്തി. പണം നൽകിയാണ് മേയർ സ്ഥാനം നിജി നേടിയതെന്നും തന്നെ പിന്തുണച്ച കൗൺസിലർമാരെ DCC പ്രസിഡന്റ് വിരട്ടിയെന്നും ലാലി ജെയിംസ് ആരോപിച്ചു. ഒന്ന്, എന്നോട് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഫണ്ട് ആവശ്യമാണെന്നറിയാലോ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, സർ എൻ്റെ കയ്യിൽ പണമില്ല. നിജി ജസ്റ്റിൻ ഇത്തരത്തിൽ പണം നൽകി എന്നുള്ള ഒരു ആരോപണങ്ങൾ മാത്രമാണ്. പുറത്തുള്ള ആളുകൾ പറയുന്നു ഭാര്യയും ഭർത്താവും മറ്റ് 2-3 പേരെ കൂട്ടി കാറിൽ പെട്ടിയുമായി പോകുന്നത് കണ്ടു, സൂക്ഷിക്കണം, പല സ്ഥലങ്ങളിലും എത്തി എന്നുള്ളത് പറയപ്പെടുന്നു. ലാലി, ഇതിൽ ചതിയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ചതിയുണ്ടാകാൻ സാധ്യതയില്ല, എൻ്റെ പാർട്ടി അങ്ങനെ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. പക്ഷേ സാഹചര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നു, പണമില്ലാത്തതിൻ്റെ പേരിൽ തഴയപ്പെട്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അതേസമയം ലാലി ജെയിംസിന്റെ ആരോപണം തള്ളുകയാണ് നിയുക്ത മേയർ നിജി ജസ്റ്റിൻ. തൃശൂരിന് അകത്തും പുറത്തും പാർട്ടിക്കായി പ്രവർത്തിച്ച പരിചയം തനിക്കുണ്ട്. ലാലിക്കുള്ള മറുപടി പാർട്ടി നേതൃത്വം നൽകുമെന്നും നിജി ജസ്റ്റിൻ പറഞ്ഞു. ഇന്നിപ്പോ ലാലി ജെയിംസിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. പെട്ടിയിൽ കാശുമായി പോയിട്ടാണ് മേയർ സ്ഥാനം വാങ്ങിയത്. അങ്ങനെ പെട്ടിയിൽ കാശുമായി പോയിട്ടുണ്ടോ? ഇത്തരം വാർത്തകൾക്ക് ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് ഇപ്പം എൻ്റെ മുൻപിലുള്ളത് മേയർ തെരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള സത്യപ്രതിജ്ഞ, ഇനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണുള്ളത്. ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ നേതാക്കന്മാരോട്, അവരോടാണ് ചോദിക്കുന്നത്. തൃശ്ശൂർ ടൗണിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വ്യക്തി ആയിരുന്നില്ല. അനവധി സമരങ്ങൾ 2000 അല്ലെങ്കിൽ 99 മുതൽ ചെയ്ത് അല്ലെങ്കിൽ നയിച്ച് യൂത്ത് കോൺഗ്രസിലായിരുന്നപ്പോഴും മഹിളാ കോൺഗ്രസിലായിരുന്നപ്പോഴും DCCയിലായിരുന്നപ്പോഴും നിങ്ങളിവിടെ നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാവുന്ന കാര്യം. ലാലി ജെയിംസിന്റെ മറുപടിയുമായി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും രംഗത്തെത്തി. 4 തവണ കൗൺസിലറായപ്പോൾ ലാലി ആർക്കാണ് പണം നൽകിയത് എന്ന് അവർ പറയട്ടെ എന്നും ജോസഫ് ടാജറ്റ് ചോദിച്ചു. തീരുമാനത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവർക്ക് KPCCയെ സമീപിക്കും. അതാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാം. പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് നടപടിക്രമങ്ങൾ എന്നുള്ളത് പരിശോധിക്കും. ഉചിതമായ കാര്യങ്ങൾ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ചിട്ട് ഈ പറഞ്ഞ വ്യക്തിയോട് ചോദിക്കുക, 4 പ്രാവശ്യം അവർ നിന്നില്ലേ? ആർക്കാ പെട്ടി കൊടുത്തത്? ആർക്കാ അവർ പെട്ടി കൊടുത്തത്? 4 പ്രാവശ്യം നിന്നില്ലേ? മേയറിന് കാശ് മേടിക്കാന്നുണ്ടെങ്കിൽ കൊടുക്കണേലും മേടിച്ചൂടെ? അപ്പം അവരാർക്കാണ് ഈ 4 പ്രാവശ്യം പെട്ടി കൊടുത്തതെന്ന് അവർ വ്യക്തമാക്കട്ടെ. അപ്പോൾ പാർട്ടിയുടെ മാനദണ്ഡം അവർ പറയുന്നു, അവർ പാവപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഞങ്ങളുടെ മാനദണ്ഡം. പാർലമെൻ്ററി പാർട്ടി തീരുമാനമാണ്. അതെനിക്ക് ബോധ്യപ്പെടുത്തേണ്ടത് KPCCയിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എൻ്റെ മുതിർന്ന ഭാരവാഹികളോടാണ്. വൈകാരികമായിട്ടല്ല ഇതിനെ പ്രതികരിക്കേണ്ടത്. ഇത് ഞങ്ങൾ പരിശോധിക്കണ്ടേ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അവരെന്തുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊക്കെ ഞങ്ങൾ പരിശോധിക്കും. പാർട്ടി പരിശോധിച്ച് ഉചിതമായ നടപടി. MS ലിഷോയ് തത്സമയം ചേർന്നിട്ട് വിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ തമ്മിലടി അങ്ങനെ മൂർച്ഛിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. വൈകാരികമായി പ്രതികരിക്കുകയല്ല വേണ്ടത് എന്ന് പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ചില മനുഷ്യർ വൈകാരികമായി പ്രതികരിച്ച് പോകാറുണ്ട്. അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇനിയുള്ളത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് വലിയ പ്രതിസന്ധി ആവില്ലേ ഇത്തരം തർക്കങ്ങൾ? തീർച്ചയായും മൂർത്തി, അതായത് 10 വർഷത്തിന് ശേഷമാണ് കോർപ്പറേഷൻ്റെ ഭരണം UDFൻ്റെ കയ്യിലെത്തുന്നത്. ആ ഒരു സമയത്ത് അതിനെ കൃത്യമായ ഒരു പക്വതയോടുകൂടി ആ കാര്യങ്ങളൊക്കെ തന്നെ നടത്തുക, അതിനോടൊപ്പം തന്നെ ആ ഭരണം മറ്റ് തർക്കങ്ങളൊന്നുമില്ലാതെ ഏറ്റെടുക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നിങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വേണ്ട സമയത്താണ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തമ്മിലടി കോൺഗ്രസിലുണ്ടാകുന്നത്. 4 തവണ കൗൺസിലറായിരുന്ന ലാലി ജെയിംസ് ആണ് ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഇന്നലെയാണ് നിജി ജസ്റ്റിനെ മേയറായി തെരഞ്ഞെടുത്തത്, മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുത്തത്. ആ ഒരു ഘട്ടത്തിൽ വലിയ അസംതൃപ്തി തന്നെയാണ് ലാലി ജെയിംസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. കാരണം 4 തവണ കൗൺസിലറായിരുന്ന തനിക്ക് മേയറാകാനുള്ള ഒരു അർഹതയുണ്ട് എന്നുള്ളൊരു നിലപാടും അതുപോലെ തന്നെ അവർക്ക് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുമായിരുന്നു. അതേസമയം ആദ്യമായാണ് നിജി ജസ്റ്റിൻ ഈ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ ഒരു ഘട്ടത്തിൽ ആദ്യമായി എത്തുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ മേയർ സ്ഥാനം നൽകുമെന്നുള്ളൊരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നു. മാത്രമല്ല
മാത്രമല്ല ഗുരുതരമായ ആരോപണങ്ങളാണ് ലാലി ജെയിംസ് ഇന്ന് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പണവുമായി എത്തിയ നിജി ജസ്റ്റിന് ആണ് ഈ മേയർ സ്ഥാനം നൽകിയിരിക്കുന്നത്. പാർട്ടി പണം വാങ്ങിയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. തനിക്ക് പണം നൽകാനുള്ള ഒരു കഴിവില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ മേയർ സ്ഥാനം നഷ്ടപ്പെട്ടത്. പല ടേമുകളിലായി ഒരുപക്ഷെ മേയർ സ്ഥാനം ലഭിച്ചേക്കാം എന്നുള്ളൊരു ഘട്ടം എത്തിയ ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ അത് താൻ വേണ്ട എന്ന് പറഞ്ഞു. ഒരു വർഷമെങ്കിൽ ആദ്യത്തെ ഒരു വർഷം തനിക്ക് മേയർ സ്ഥാനം കിട്ടണം എന്നുള്ള ഒരു നിലപാടാണ് ലാലി ജെയിംസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിന് വളരെയധികം രൂക്ഷമായി തന്നെയാണ് DCC നേരിട്ടിരിക്കുന്നത്. അത്തരത്തിൽ പണം നൽകിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നൽകിയിരിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് ഈ കൗൺസിലറായി 4 തവണ തെരഞ്ഞെടുത്ത സമയത്ത് ആ ഒരു മത്സരിച്ച സമയത്തൊക്കെ തന്നെ ലാലി ജെയിംസ് ആർക്കാണ് പണം നൽകിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കണം എന്നുള്ളതാണ്. എന്തായാലും ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ഒരു രാഷ്ട്രീയ തർക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഈ നിലവിലത്തെ ഈ ഒരു മേയർ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് അംഗങ്ങൾക്കൊക്കെ തന്നെ പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വിപ്പ് അത് കൈപ്പറ്റാനായി മറ്റെല്ലാ കൗൺസിലർമാരും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ തൃശ്ശൂരിലെ DCC ഓഫീസിലേക്ക് എത്തിയെങ്കിൽ ലാലി ജെയിംസ് ഈ ഒരു സമയം വരേക്കും ആ വിപ്പ് കൈപ്പറ്റിയിട്ടില്ല. താൻ എന്തായാലും പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്യുക, പക്ഷേ അങ്ങനെ വിപ്പ് കൈപ്പറ്റി താൻ വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ലാലി ജെയിംസിന്റെ ഭാഗത്തു നിന്നുമായി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നേരത്തെ മോദി സൂചിപ്പിച്ച പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയിൽ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കും.